ഹായ് ഗൈസ്, വെറുതെ നടക്കുമ്പോഴാ അതോ സൈക്കിൾ ഓടിക്കുമ്പോ അല്ലേ? ഓ, സൈക്കിൾ ഓടിക്കുമ്പോഴുള്ള സേഫ്റ്റി ഗാർഡ്സ് എല്ലാം വാങ്ങിക്കാൻ പോവാണ്. സൈക്കിൾ വാങ്ങിയതേ ഉള്ളൂ റേസിംഗ്. അപ്പോൾ ഈ ലൈറ്റ് കാണുന്നതാണ് കരാമ നൈറ്റ് മാർക്കറ്റ്. അത് കഴിഞ്ഞ് കാണുന്ന ആ ബിൽഡിംഗ് കണ്ടോ, അതാണ് ഡേ ടു ഡേ ദൈവമേ പൊന്നു ഗൈസ്, അതൊരു മായാലോകമാണ്. അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. 1 to 20 dirhams വരെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിലോട്ടാണ് പോകുന്നത്. ഫ്രണ്ടിലാണ് അതിൻ്റെ എൻട്രൻസ് ഒക്കെ. ചില സമയം നമ്മൾ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ ബാക്കിലുള്ള ഗ്രൗണ്ടിൽ കുറേ ടൂറിസ്റ്റ് ബസ്സുകൾ ഇങ്ങനെ അടുക്കി പാർക്ക് ചെയ്തിട്ട് അതിൽ നിന്നെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ വന്നിറങ്ങി നേരെ ഇതിനകത്തേക്ക് പോവുകയാണ്. കാരണം സത്യം വന്ന് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഫുള്ള് സാധനങ്ങൾ കണ്ടു തീരാൻ പോലും പറ്റില്ല. എന്തൊക്കെ ക്യൂട്ട് ഐറ്റംസ് ആണ്, വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ഈ ജ്വല്ലറീസ്, പിന്നെ പിള്ളേരുടെ ടോയ്സും. എൻ്റെ അമ്മ അടിപൊളി. പിന്നെ നമ്മൾ നമ്മുടെ ഹെൽമെറ്റൊക്കെ വാങ്ങിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബേബി കുട്ടി കളേഴ്സൊക്കെ നോക്കണം. നമ്മുടെ സൈക്കിളിൻ്റെ കളറുള്ള ഹെൽമെറ്റും സേഫ്റ്റി ഗാർഡ്സും ഒക്കെ വാങ്ങിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ആ കളർ കിട്ടിയില്ല. പകരം നമ്മൾ വേറൊരു റെഡ് കളർ ഈ പറയുന്ന ഹെൽമെറ്റും സേഫ്റ്റി ഗാർഡ്സും ഒക്കെ വാങ്ങിച്ചു. ഇനി ബേബി കുട്ടി ഇവിടെയൊക്കെ കിളി പോയിക്കുവാണ് എന്ത് വാങ്ങിക്കണം എന്നറിയാതെ. എന്തോ നോക്കട്ടെ. ഇത് ഫയർ ട്രക്കാ. ബേബി, ഇത് നാട്ടിൽ എന്തോ ബസ് പോലെ ഇല്ലേ? എന്ത് ബസ് പോലെ ഉണ്ട്? അതല്ല, നാട്ടിൽ നമ്മളൊരു KSRTC ബസ് പോലെ ഉണ്ടല്ലേ? ഉണ്ടോ? ബേബിക്കുട്ടിക്ക് ആകെ ഒരു പരവേശമായിരുന്നു. ഈശ്വര, ഇത് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഒന്നെടുക്കുന്നു, മറ്റെടുക്കുന്നു, മറ്റേതെടുക്കുന്നു, ഒന്നെടുക്കുന്നു. ഒന്നും പറയാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡേ ടു ഡേയിൽ. ഈ ടോയ്സിൻ്റെ സെക്ഷൻ എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ്. ഇഷ്ടംപോലെ ടോയ്സാണ്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു ഐറ്റം. ഇങ്ങനെ ടോയ്സിന് വേണ്ടിയുള്ള ഒരു ഷോപ്പിംഗ് മാളെന്നുള്ള ഒരു സെറ്റപ്പ്. അതിനിടയ്ക്ക് നമ്മുടെ ആൾ ഒരു പുതിയ ടാസ്ക് കിട്ടിയിരിക്കുകയാണ്. നല്ല ബമ്പിച്ച രീതിയിൽ ചെയ്യുന്നുണ്ട്. വളച്ച് അങ്ങനെ ബേബിക്കുട്ടി വിചാരിച്ചപ്പോൾ 2 ദിവസം കൊണ്ട് എൻ്റെ കുറേ പൈസ കീറാനായിട്ട് സാധിച്ചു. എന്തായാലും അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അവർ ഹെൽമെറ്റായി, സൈക്കിളായി, ബാക്കി എല്ലാ സേഫ്റ്റി സാധനങ്ങളായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുമായിട്ട് പുറത്തിറങ്ങണം, സൈക്കിൾ ഓട്ടാൻ പോകണം. അതൊക്കെ വേണ്ടി നമ്മുടെ മുമ്പിലുള്ള ഒപ്പിച്ച ടാസ്കുകൾ.